CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ-ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. ഡിസംബർ 20 മുൻപ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കും. ഇതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടിക ഒരിക്കൽ കൂടി പുതുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വര രോഗബാധയുണ്ടായെന്ന ആശങ്കയെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ ക്ഷേത്രക്കുളങ്ങൾ ഉൾപ്പെടെ പൊതുകുളങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. ഇനിയൊരു നിർദ്ദേശമുണ്ടാകുന്നതുവരെ കുളങ്ങളിൽ പ്രവേശിക്കരുതെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവിട്ടത്. വനംവകുപ്പ് കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. എരമംഗലം കളത്തിപ്പടിയിൽ ലഹരി ചോദിച്ച് യുവാവിനു നേരെ ആക്രമണം നടത്തിയ പ്രതി പെരുമ്പടപ്പ് പോലീസിന്റെ പിടിയിൽ. എരമംഗലം നാക്കോല സ്വദേശി അബ്ദുസമദിനെയാണ് പെരുമ്പടപ്പ് പോലീസ് പിടികൂടിയത്. ഇരുട്ടിന്റെ മറവിൽ കൃഷിയിടത്തിൽ കക്കൂസ് മാലിന്യം തള്ളി. തിരുത്തിക്കാട് പാടശേഖരത്തിലാണ് വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത്. ഇതോടെ കർഷകർ ദുരിതത്തിലായി. ഞായറാഴ്ച കാണാതായ യുവതിയെ വരവൂർ മഞ്ഞച്ചിറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വരവൂർ പിലക്കാട് ഗോവിന്ദൻ ഉഷ ദമ്പതികളുടെ മകളായ 24 വയസ്സുള്ള ഗ്രീഷ്മയെയാണ് തിങ്കളാഴ്ച രാത്രി 8 കുളത്തിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഗുരുവായൂർ കിഴക്കേ ബ്രാഹ്മണ സമൂഹത്തിലും തെക്കേ ബ്രാഹ്മണ സമൂഹത്തിലും നവരാത്രി ആഘോഷത്തിന് തുടക്കമായി. കുന്നംകുളം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ചിറളയം HCC GUP സ്കൂളിൽ ഭരണഘടനാമുഖം അനാച്ഛാദനവും ശുചിത്വോത്സവം സ്വച്ഛതാ ഹി സേവ 2025 ക്യാമ്പയിൻ ഉദ്ഘാടനവും നടന്നു. കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിന്റെ മണ്ഡലം തല ഉദ്ഘാടനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ നിർവഹിച്ചു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കുരഞ്ഞിയൂർ ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടമൊരുങ്ങുന്നു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം NK അക്ബർ MLA നിർവഹിച്ചു. കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേജ് ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം പഞ്ചായത്തിൽ ജനകീയാസൂത്രണം 2025-26 വർഷത്തെ പദ്ധതികളുടെ ഭാഗമായി കറവപ്പശുവിന് കാലിത്തീറ്റ പദ്ധതിയുടെയും ധാതുലവണ മിശ്രിതം പദ്ധതിയുടെയും സംയുക്തോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് നിർവഹിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് വെള്ളാറ്റഞ്ഞൂർ തെക്ക് വാർഡ് 13 സൗജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും പേവിഷബാധയെപ്പറ്റിയുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ റോഡ് നിർമ്മാണവും പൈപ്പ് സ്ഥാപിക്കലും മൂലം അക്കിക്കാവ് മുതൽ പെരുമ്പിലാവ് ജംഗ്ഷൻ വരെയുള്ള മേഖലയിൽ കനത്ത ഗതാഗത കുരുക്ക്. ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി പൊതുപ്രവർത്തകർ രംഗത്തെത്തി. കടങ്ങോട് പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് TK ശിവശങ്കരന്റെ നിര്യാണത്തിൽ സഹകരണ സംഘം അനുശോചന യോഗം സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ കടിക്കാട് സ്വദേശി ബിനി ഉമേഷിനെ പൊന്നയൂർ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിന്റെ സാംസ്കാരിക സംഘടനയായ ചിലമ്പ് കലാവേദി സ്നേഹോപഹാരം നൽകി ആദരിച്ചു. BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 7ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.